ഹായ്, ഇന്ന് നമ്മുടെ ചിരട്ടകൾ, അതായത് 52 ചിരട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതായത് ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 52 ചിരട്ടകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം നമ്മളൊരു കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പുറംഭാഗത്തുള്ള ഈ തുമ്പുകളൊക്കെ, വലിയ തുമ്പുകളൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കത്തി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പുറംഭാഗത്തെ വലിയ തുമ്പുകളൊക്കെ നമ്മൾ കളഞ്ഞു വൃത്തിയാക്കിയെടുത്തു. ഇനി നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇത് നന്നായിട്ട്, അതായത് ഒന്ന് നന്നായിട്ട് മിനുക്കിയെടുക്കണം, അതായത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ചിരട്ടകൾ ക്ലീൻ ചെയ്തെടുക്കുന്ന പണി കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ കുട്ടികളൊക്കെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് അത് രസകരമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 52 ചിരട്ടകൾ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. പിന്നീട് അതിൽ നിന്ന് നമ്മൾ ഒരു 6 ചിരട്ടകൾ നമ്മൾ ഇതേപോലെ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 ചിരട്ട നമ്മൾ ഇതേപോലെ റൗണ്ടിൽ കമഴ്ത്തി വെച്ച ശേഷം അതിൻ്റെ നടുഭാഗത്ത് ഒരു ചിരട്ട നമ്മൾ ഇതേപോലെ മലർത്തി വെച്ചതിന് ശേഷം നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഒട്ടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഫെവിക്കോളിൻ്റെ വുഡ് ഫില്ലാണ്. അപ്പോൾ വുഡ് ഫില്ല് ഉപയോഗിച്ചുകൊണ്ട് മരത്തിൻ്റെ പൊടി, അതായത് അറക്കപ്പടി ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വുഡ് ഫില്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് മരത്തിൻ്റെ പൊടി കൊടുക്കുന്നതോടുകൂടി തന്നെ ഇത് നല്ല ബലത്തോടു കൂടി നമുക്ക് ഒട്ടിക്കിട്ടും. അപ്പം നടുഭാഗത്ത് വെച്ച ചിരട്ട ഒട്ടിച്ച ശേഷം നമ്മൾ 2 ചിരട്ടകൾ കൂടി നിൽക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ മരത്തിൻ്റെ പൊടി കൊടുത്ത് അവിടെയൊക്കെ നമ്മൾ ഈ ഗമ്മ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അത് തിരിച്ചു വെച്ചതിന് ശേഷം ആ ഗ്യാപ്പുകളിൽ, അതായത് 2 ചിരട്ടകൾ തമ്മിൽ ചേരുന്ന ഗ്യാപ്പുകളിൽ ഇതേപോലെ തന്നെ നമ്മൾ പൊടി കൊടുത്ത ശേഷം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പൊടി കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ അടർന്നു പോരാത്ത രീതിയിൽ നമ്മൾ നല്ല ബലത്തോടെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു 4 പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ 6 പീസ് ചിരട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതേപോലെ 4 പീസ് ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൽ നിന്ന് നമ്മൾ 2 പീസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയുള്ള 2 പീസിൽ നിന്ന് നമ്മൾ ഒരു പീസ് ഇതേപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ, അതായത് ഗ്യാപ്പുകളിലൊക്കെ ഓരോ പീസ് 5 പീസ് മൊത്തം നമ്മൾ ചിരട്ടകൾ കൊടുത്തുകൊണ്ട് നമ്മൾ അതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ 2 പീസും നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പീസിന് വേണ്ടിയിട്ട് നമ്മൾ 11 ചിരട്ടകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് 6 പീസ് ചിരട്ടകൾ വെച്ച് ഒട്ടിച്ചെടുത്തതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ 5 പീസ് കൂടി കൊടുത്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളത് തിരിച്ചു വെച്ചതിന് ശേഷം ആ ചേരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ പൊടി കൊടുത്ത് നമ്മൾ നന്നായിട്ട് ഇതും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത പീസും ഒട്ടിച്ചെടുക്കണം. അപ്പോൾ 2 പീസുകളും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചെടുത്തു. ഈ 2 പീസുകൾ ഇനി നമുക്ക് മാറ്റി വെക്കാം. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഒട്ടിച്ചു വെച്ചത് ഈ 2 പീസുകൾ ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ചിരട്ടകൾ ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കണം.
അപ്പോൾ ഇതേപോലെ നമ്മൾ ചിരട്ടകൾ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ചിരട്ടകളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഒന്ന് കമഴ്ത്തിയും ഒന്ന് മലർത്തിയും എന്ന രീതിയിലാണ് നമ്മളിത് വെച്ചത്. അപ്പോൾ 2 കമ്പുകളൊക്കെ വരുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊടി കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ ഗ്യാപ്പുകളിലൊക്കെ ചേരുന്ന ഭാഗങ്ങളിലൊക്കെ പൊടിയും ഫില്ലും കൊടുത്തുകൊണ്ട് നമ്മളിത് നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് തിരിച്ചു വെക്കാം. തിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് ഇതേപോലെ തന്നെ പൊടി കൊടുത്ത് നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച, അതായത് വലിയ 11 പീസ് വെച്ച് നമ്മൾ ഒട്ടിച്ചെടുത്ത ഒരു പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിൻ്റെ നടുഭാഗത്ത്, അതായത് നമ്മൾ മലർന്നു നിൽക്കുന്ന ചിരട്ടയിലേക്ക് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഭാഗത വെച്ചതിന് ശേഷം നമ്മളത് കുത്തനെ ഒട്ടിച്ചെടുക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഒട്ടിച്ചെടുത്തു. അടിഭാഗം നമ്മൾ എക്സ്ട്രാ ഒരു ചിരട്ട കൂടി കൊടുത്തിട്ട് നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ബലത്തോടു കൂടി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ ചെരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ, സൈഡ് ഭാഗങ്ങളിലെ ചേരുന്ന ഭാഗങ്ങളിലൊക്കെ പൊടി കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ച് ബലപ്പെടുത്തിയെടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും വെച്ച് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ പൊടി കൊടുത്ത് നമ്മളിത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ഭാഗവും നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മുടെ 3 തട്ടുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ആ തട്ടുകൾ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 കമ്പുകളിലും അതേപോലെ തന്നെ നേരെ മുകൾ ഭാഗത്തുമായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒരു പീസ് നമ്മൾ എക്സ്ട്രാ വെച്ച പീസ് നമുക്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എക്സ്ട്രാ നമുക്ക് ഒരു പീസിൽ മാത്രം വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആ വെച്ച പീസുകൾ നമ്മൾ ആ 5 ചിരട്ടകൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഈ 6 ചിരട്ടകൾ കൂടിയ 3 പീസുകളാണ് നമുക്കിനി വേണ്ടത്. അത് നമ്മൾ 3 കമ്പുകളുടെയും മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ ചിരട്ടകളും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഒട്ടിച്ചത്. 52 ചിരട്ടകൾ തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചത്. നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത 5 ചിരട്ടകൾ നമ്മൾ എക്സ്ട്രാ അത് അടിഭാഗത്ത് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബലത്തോടു കൂടി അടിപൊളിയായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പോളിഷ് ചെയ്തെടുക്കണം. അപ്പം പോളിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ചിരട്ടകളുടെ ഉൾഭാഗത്ത് നമ്മളിതാ ഒരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തതിന് ശേഷം ആ കളർ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് പോളിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും, അതായത് ചിരട്ടയുടെ ഉൾഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ റെഡ് കളർ അടിച്ചെടുത്തു. അപ്പം ചിരട്ടയുടെ ഉൾഭാഗത്ത് നമ്മൾ അടിച്ച റെഡ് കളർ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് പോളിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്ലീക്കാണ്. അപ്പോൾ സ്ലീക്കിൽ ബ്ലാക്ക് കളർ ഇനാമിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും, അതായത് റെഡ് കളർ കൊടുത്ത ഭാഗത്തൊക്കെ നമ്മളിത് അടിച്ചെടുക്കുന്നുണ്ട്, അതായത് ബ്രഷ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചിരട്ടകൾ കൊണ്ടുള്ള 52 ചിരട്ടകൾ കൊണ്ടുള്ള നമ്മുടെ ഫ്ലവർ സ്റ്റാൻഡ് അഥവാ പ്ലാന്റ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ പോളിഷൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. നല്ല ബലം ഉണ്ടാകും, അടർന്നു പോയിരുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. ഇത് നല്ല ബലത്തിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുത്തത്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മളിതാ ഇതേപോലുള്ള അടിപ്പാത്രം, അതായത് നമ്മൾ പോട്ടിനടിയിലൊക്കെ വെക്കുന്ന ഈ റൗണ്ട് പാത്രമാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് 3 പീസ് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ പ്ലാന്റോ അല്ലെങ്കിൽ ഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റുകളൊക്കെ വെക്കാം. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ പ്ലാന്റുകളൊക്കെ, അപ്പോൾ അധികം വെയിറ്റ് ഇല്ലാത്ത ചെറിയ പോട്ടിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. Seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay. I move on each and every day. The past is where it stays, way back a year ago. I've changed for the better this time.
അപ്പോൾ 52 ചിരട്ടകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ ഫ്ലവർ സ്റ്റാൻഡ് അഥവാ പ്ലാന്റ് സ്റ്റാൻഡ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ. I strive just to say I'm alright, and for the first time in a long time I'm alright. I've seen a lot of change, been through a lot of pain. Some things are not the same as they were a year ago, but all will be okay.